എറണാകുളം ജില്ലയിൽ പൂത്തറ പോലീസ് സ്റ്റേഷൻ്റെ വളരെ അടുത്ത് രാത്രി ഫുട്പാത്തിൽ ഗംഭീര വെടിക്കിട്ട് ആംബുലൻസിന് പോലും പോകാൻ പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ ആംബുലൻസിൻ്റെ അടുത്ത് വെടിപൊട്ടുന്നു. ആശുപത്രികളുടെയും ക്ലിനിക്കുകളുടെയും 100 മീറ്റർ അകലെ മാത്രമേ പടക്കം പൊട്ടിക്കാവുള്ളൂ എന്ന നിയമമുള്ള കേരളത്തിലത്തെ IG പോസ്റ്റിൽ ഉള്ള ആൾ സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് വർക്ക് ചെയ്യണ കേരളത്തിലത്തെ എറണാകുളത്ത് ആംബുലൻസിൻ്റെ തൊട്ടടുത്ത് പടക്കം പൊട്ടി നിരങ്ങി പോണ രീതിയിൽ പടക്കം പൊട്ടുന്ന സ്ഥലത്ത് കൂടെ ആംബുലൻസിന് പോകേണ്ട ഗതികേടുണ്ടാകുന്നൊരു വീഡിയോ. ആ വീഡിയോ ഈ സംഘാടകരെന്നെ എടുത്തിട്ട് അവരുടെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. അത് അപ്ലോഡ് ചെയ്തിട്ട് 12 മണിക്കൂർ കഴിഞ്ഞിട്ട് നടപടി എടുക്കാണ്ടിരിക്കുമ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ വക ഒരു വായ്ത്താരി എടുത്തിട്ട് ഞാൻ ആ വീഡിയോ എടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് തൃപ്പൂണിത്തുറയിലത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് വാട്സാപ്പിൽ അതിൻ്റെ വീഡിയോയും പരാതിയും കൂടെ അയച്ചു. അത് കഴിഞ്ഞിട്ട് തൃശ്ശൂരിൽ നിന്നുള്ള എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃപ്പൂണിത്തുറ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കും. ഇത് മുഴുവൻ നടന്നിട്ടുള്ളത് തൃപ്പൂണിത്തുറയിലാണ്. പുതിയകാവ് കഴിഞ്ഞ കൊല്ലം 2 പേര് മരിക്കുകയും 300-ലധികം വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്ത അമ്പലത്തിൻ്റെ വളരെ അടുത്തുള്ള ഒരു ക്ഷേത്രം തന്നെയാണിത്. അവിടെ മാതിരി ഫുട്പാത്തിൽ അനധികൃതമായിട്ട് പടക്കം പൊട്ടിച്ചിട്ട് അവിടുത്തെ നാട്ടുകാരും പരാതി കൊടുത്തില്ല എന്ന് പറയുന്നത് നാട്ടുകാർക്കും വെടിക്കിട്ടും തമ്മിൽ എന്തോ ഒരു പേടിബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. സംഭവം നടക്കുന്ന പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് അതിഭയങ്കര വെടിക്കിറ്റ് അപകടമുണ്ടായ സ്ഥലത്ത് ആളുകളൊന്നും പരാതി കൊടുക്കുന്നില്ല. സംഘാടകർ തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഉപയോഗിച്ച് വെടിക്കിറ്റിന് നിരന്തരം പരാതികൾ കൊടുക്കുന്ന ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. അതിൻ്റെ പിന്നാലെ വാട്സപ്പിൽ അവിടുത്തെ CIക്ക് മെസ്സേജ് അയക്കണു. വീഡിയോയും പരാതിയും കൂടെ പോണു. അതിൻ്റെ സ്ഥാനത്ത് CI കേസെടുക്കണു. എൻ്റെ വീട്ടിൽ വന്നിട്ട് സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. ഇതൊക്കെ എറണാകുളം ജില്ലയിൽ നടക്കുന്നുണ്ട്. അത് ശക്തമായിട്ടൊരു വാർത്ത കൊടുത്താൽ ഇമാതിരി ഭീകര വെടിക്കെറ്റുകൾ നടത്താതിരിക്കാനായിട്ട് ആളുകൾ ശ്രദ്ധിക്കും. നല്ലപോലെ വാർത്ത കൊടുക്കണം.